മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിക്ക് 2 വകുപ്പുകൾ. ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതകം എന്നീ വകുപ്പുകളാണ് തൃശൂർ എംപിക്ക് ലഭിച്ചത്. നേരത്തെ അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പിന്നീടിത് മാധ്യമ സൃഷ്ടിയാണെന്ന് വ്യക്തമാക്കി എംപി തന്നെ രംഗത്തെത്തിയിരുന്നു. ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിയാണ് സുരേഷ് ഗോപി സ്ഥാനമേറ്റത്. കേരളത്തിലെ BJPയുടെ ചരിത്രത്തിൽ ഇനി എക്കാലവും രേഖപ്പെടുത്തി വെക്കേണ്ട പേരാണ് സുരേഷ് ഗോപി. ഇന്ത്യയിലാകെ ഭരണം പിടിച്ചിട്ടും കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിരുന്നു. തൃശൂരിൽ 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ഒന്നാമനാകുന്നത്. കേരളത്തിനൊരു കേന്ദ്രമന്ത്രി, തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലും താമര വിരിയിക്കുവാൻ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് സാധിച്ചു.